ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ തന്നെയാണ്. ഓണയ്ക്കല്ലേ വരുന്നത്, അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ പേര് ഓണത്തിന് ക്ലീനിങ് വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്കൊരു കണ്ടിന്യൂഷൻ ഇല്ല. എല്ലാ ദിവസവും അങ്ങനെ കുറച്ച് ദിവസം വെച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസവും കുറച്ചായിട്ടാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സമയവും സന്ദർഭം അനുസരിച്ചാണ്, എപ്പോഴാണ് സമയം കിട്ടാനാണ് അതിനനുസരിച്ച് ക്ലീനിങ് തുടങ്ങും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ബെഡ്റൂമിലെ നമ്മുടെ അലമാര അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ക്ലീനിങ്. അപ്പോൾ കുറേ ഡ്രസ്സുകളൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഓണവും വിഷുവൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ പേരിലെങ്കിലും പറഞ്ഞ് നമുക്കൊരു വൃത്തിയാക്കലാകുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ അത് എല്ലാം നടക്കി പറക്കി വെക്കുകയാണ്. ഇനി വല്ല ഓണക്കോടിക്ക് കിട്ടുകയാണെങ്കിൽ അത് വയ്ക്കാൻ ഒരു സ്ഥലം വേണ്ടെന്നൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയാണ് ഇത് ചെയ്യുന്നത്. രാത്രി കുറച്ച് സമയം കിട്ടി ഇപ്പോൾ ചെയ്തതാണ്. അപ്പോൾ ഒന്നാമത് ദ്രുക്കിട്ടുള്ള കാരണം അതിന് വേണ്ടി ക്ലീനിങ് തന്നിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ചേട്ടനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദ്രുക്കുട്ടി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടിയ സമയം എന്തായാലും യൂട്ടിലൈസ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ഷെൽഫിൽ എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ ടൈമിലാണെങ്കിൽ ഇതുപോലെ ഓണത്തിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ തന്നെ ഞാനും അമ്മയും കൂടിയിട്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും. ഇതുപോലെ വീടിൻ്റെ മുക്കും മൂലയും അതുപോലെ തന്നെ ഓരോ ഏരിയാസ് ക്ലീൻ ചെയ്ത് തുടങ്ങും. ലാസ്റ്റ് ഈ ഉത്രാടത്തിൻ്റെ അന്ന് എന്താ പറയുക, നൈറ്റ് വരെ വൃത്തിയാക്കലും കാര്യങ്ങളാവും കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഉണ്ണിക്കായപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ നിൽക്കാനൊന്നും നേരമില്ലാണ്ടായിട്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്തനുസരിച്ച് ഞാൻ എൻ്റേതായിട്ടുള്ള ക്ലീനിങ്ങും അമ്മയുടേതായിട്ടുള്ള ക്ലീനിങ്ങും ചെയ്യും. അപ്പോൾ അമ്മ ഏകദേശമൊക്കെ വീടിൻ്റെ അടിയിൽ ജനല കാര്യങ്ങളൊക്കെ അമ്മ ഓൾറെഡി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. വൃത്തിയാക്കാൻ മീൻസ് പൊടി തട്ടിയെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അൽമരയുടെ ഒരു ഭാഗം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം സമയം മീൻസ് ദ്രുക്കുട്ടിയുടെ വേറെ ഫുഡ് കൊടുക്കുന്ന സമയമൊക്കെ ആയി. നൈറ്റ് ഒരു 8 മണി 7 മണി അതിൻ്റെ ഇടയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ പിന്നെ ഏകദേശമൊക്കെ ഒന്നായപ്പോൾ അവിടെ നിർത്തുകയാണ് ചെയ്തത്. പിന്നെ പിറ്റേ ദിവസം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഷെൽഫ് അടിയത്തെ 3 റോ ക്ലീൻ ആയിട്ടുണ്ട്. ബാക്കി മേൽഭാഗം നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത്രയും വൃത്തിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് അത് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും ദ്രുക്കുട്ടീനെ ഇപ്പോൾ ശനിയാഴ്ചയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ദ്രുക്കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പുറത്ത് പോയിക്കായിരുന്നു. ദ്രുക്കുട്ടീനെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മേക്കപ്സിൻ്റെ സാധനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അതൊക്കെ ഒന്ന് അടക്കി പറക്കി ഒതുക്കി വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു തവണ വൃത്തിയാക്കി ഞാൻ അറിയാലോ, പിന്നെ അത് വൃത്തികേടായിക്കൊണ്ടിരിക്കും. ഞാൻ പിന്നെ ഈ മേലത്തെ റൂമിൽ അത് കിടക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. അപ്പോൾ അത് കാരണം പിന്നെ ഈ ഡ്രസ്സ് എടുക്കുമ്പോൾ മാത്രം. അപ്പോൾ അത് കാരണം എപ്പോഴും പിടിക്ക് ആക്സസ് അധികം കിട്ടാറില്ല. ഇങ്ങനെ എന്തെങ്കിലും സന്ദർഭങ്ങൾ വരുമ്പോഴാണ് ഞാൻ അത് മെയിനായിട്ട് വൃത്തിയാക്കാട്ടെ ഈ ഒരു അൽമാര. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങൾ ഞാൻ കുറേ സാധനങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്ന, എല്ലാവരും സൂക്ഷിച്ച് വയ്ക്കുന്ന കൂട്ടത്തിലായിരിക്കും. ഇപ്പോൾ ദ്രുക്കുട്ടിയുടെ ചെറുപ്പത്തിലെ വള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കമ്മൽ, മാല, അതിൻ്റെ വാച്ച് ഇതൊക്കെ സെപ്പറേറ്റ് ആക്കി എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദ്രുക്കുട്ടി കുറേ പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഭാഗമൊക്കെ ക്ലീനായി എല്ലാം വൃത്തിയാക്കി അടക്കി പറക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ ചില ഷർട്ട്സ് മാത്രമേ ഇതിലുള്ളൂ. അത് വലിയ കുഴപ്പമില്ലാണ്ടത് ചേട്ടൻ ഉപയോഗിക്കുന്നതും അല്ല, അതങ്ങനെ കുറേ കാലമായിട്ട് അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ അത് കാരണം നമുക്കതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ പെട്ടികളൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്, അതായത് സെക്കൻഡ് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അൽമാര വൃത്തിയായിട്ടുണ്ട്. ഇനി ആ ഒരു പണി കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ രൂപം കാണിച്ചു തരാം. സ്വർണ്ണു പലമാര് തുറന്നപ്പോൾ കിട്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ആൾ ചെയ്താണ് കേട്ടോ. അപ്പോൾ ബെഡ്റൂമിലെ ഷെൽഫും ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് ഷോക്കേസും കൂടി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദ്രുക്കുട്ടീനെ വെച്ചിട്ട് പൊടി അധികം ഓൾറെഡി ഞാൻ മുന്നൊരു ദിവസം ക്ലീൻ ചെയ്തതാണ്. അത് കാരണം എത്ര ദേഹത്തിൽ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ദ്രുക്കുട്ടീനെ വെച്ചിട്ട് എനിക്ക് പൊടിയിൽ ഇങ്ങനെ വൃത്തിയാക്കാൻ ഭയങ്കര പേടിയാണ്. അവൾക്കെല്ലാം അസുഖമൊക്കെ വരുമല്ലോ പെട്ടെന്ന് പൊടി തട്ടിയിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ, ഇപ്പോൾ കേബിൾസ്, ഈ വൈഫൈയുടെ ഒക്കെ വയറാണ് കേട്ടോ പോയിരിക്കുന്നത്. അപ്പോൾ അത് വൈഫൈ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അത് കാരണം ഞാനതൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദ്രുക്കുട്ടീനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ദ്രുക്കുട്ടി കട്ടിലിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളാണ് എൻ്റെ അച്ഛൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ടൈപ്പ് ഒരു ചെറിയ സോണിയുടെ ഒരു
കുഞ്ഞ് റേഡിയോയാണ് കേട്ടോ. അത് ഞാനതൊക്കെ ഒരു അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ഇവിടെ വെച്ചേക്കാണ്. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് കേട്ടോ ആ ഷോക്കേസിലുള്ളത്. വെരി ക്ലോസ് ടു ഹാർട്ടാണ്, വളരെ അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് അതിലിരിക്കണേ. അതിൽ ടെഡി ബെയർ ഒഴിച്ചിട്ട്, ടെഡി ബെയർ ക്ലോക്ക് ഒഴിച്ചിട്ട് കേട്ടോ. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ ഇത്തിരി സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതാ പണ്ട് ഞാൻ ചേട്ടന് കൊടുത്തിട്ടുള്ള ഒരു കാർഡാണ് കേട്ടോ. അല്ലെങ്കിൽ ചേട്ടന് വരച്ച ഒരു രൂപമാണ് ആ സൈഡിൽ കാണുന്നത്. അങ്ങനെ ഏകദേശം വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഷോക്കേസ് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൽ ഗിറ്റാർ എന്ന് പറഞ്ഞത് പോലെ പണ്ടെപ്പോഴോ ഗിറ്റാർ കല്യാണം കഴിഞ്ഞ സമയത്ത് വാങ്ങിച്ചതാണ്, ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അത് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ആരും പഠിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഇത് ഷോക്കേസിൽ ഒരു ഷോ പീസായിട്ട് വെറുതെ ഇരിക്കുന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞ വൈഫൈ ഇപ്പോൾ യൂസ് ചെയ്യാത്ത ആ ഒരു ഇതുണ്ട്, അത് ഞാൻ ഒരു ഭാഗത്തേക്ക് എന്തായാലും കുറേ കാലമായിട്ട് അങ്ങനെ വെറുതെ ഇരിക്കണം. അപ്പോൾ അതിനൊക്കെ ഒന്ന് തുടച്ച് ആ ഷോക്കേസിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇനി മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് റൂമിൻ്റെ മൊത്തത്തിലുള്ള ക്ലീനിങ് ഈ മേലത്തെ ഞാനിപ്പോൾ ചെയ്യണില്ല. കാരണം ദുർക്കുട്ടീനൊപ്പം വെച്ചിട്ട് എനിക്ക് എത്രയും പൊടിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലീനിങ് വീഡിയോ ചെയ്യുമ്പോൾ മുഖം മറച്ച് ചെയ്യാനായിട്ട്. എനിക്ക് ഒന്നാമത് മുഖം മറയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടുന്നത് തോന്നും. പിന്നെ നല്ല പൊടിയൊക്കെയുള്ള സമയത്താണെങ്കിൽ ഞാൻ എന്തായാലും മുഖം മറച്ചിട്ടേ ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം എനിക്ക് പൊടിയുടെ അലർജി ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഏകദേശം പിന്നെ ചേട്ടൻ്റെ വർക്കിംഗ് ടേബിൾ അവിടെയാണ്. അപ്പോൾ അവിടെ കുറേ ഇതുപോലെ കേബിൾസ്, വയേഴ്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഓടി കറണ്ട് ഇല്ല, അത് കാരണം വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കറണ്ട് രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് വന്നത് കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടുത്തെ റൂമിലത്തെ കർട്ടണൊക്കെ മാറ്റി വാഷിംഗ് മെഷീനിലിട്ട് അലക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയമല്ല, കറണ്ടില്ലാത്ത കാരണം പിന്നെ ആ പണിക്ക് നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ജനല തുടച്ചുള്ളൂ കേട്ടോ. ജനല ഒന്നും കൂടി നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ റൂം ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അത് കാരണം അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടി തുടച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ അതോടുകൂടി ഞാൻ ആ റൂമിലത്തെ ക്ലീനിങ് നിർത്തി. ബാക്കി നമുക്ക് പിന്നെ ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ചെയ്യാം. ദുർക്കുട്ടി അടഞ്ഞു തുടങ്ങി അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്രുക്കുട്ടിയുടെ ചേട്ടന്മാരൊക്കെ വന്നിട്ട് അപ്പോൾ ധ്രുക്കുട്ടി അവരുടെ ഒപ്പം കളിക്കാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അടിയത്തെ റൂം ക്ലീൻ ചെയ്യാം. അവരവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അവർ ശ്രദ്ധിക്കുകയും ചെയ്യാം, അവിടെ ക്ലീനും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ കർട്ടൻസൊക്കെ അവിടുന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് ഒരു നമ്മുടെ ചേട്ടൻ്റെ മോനാണ്ട് എനിക്ക് വീഡിയോ എടുത്ത് തരണം. അപ്പോൾ ഞാൻ അടിയത്തെ റൂമിലത്തെ കർട്ടൻസ് അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ അവിടുത്തെ ആ റൂം നല്ല രീതിയിലൊന്ന് ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടുത്തെ ജനലുകളൊക്കെ നന്നായിട്ട് അത് കൊതുക് കയറാണ്ടിരിക്കാനുള്ള നെറ്റൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ജനലുകളിലെ കമ്പികളും ഇതൊക്കെ വൃത്തിയാക്കാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ വിശേഷങ്ങൾ വരുമ്പോൾ ഞാൻ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ നിന്ന് രണ്ടുപേരും ഒറ്റ ടൈമിൽ നിന്നിട്ട് പണിയെടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പം അമ്മ ഓൾറെഡി അടുക്കളയിലെയും അതുപോലെ തന്നെ ഉമ്മറത്തേക്ക് ജനൽ ഇതുപോലെ തുടച്ച് തീർന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന റൂമായി കാരണം ഇപ്പം ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ മുഖം കെട്ടിയിട്ടുണ്ട് കേട്ടോ. മുഖം ഇപ്പോൾ അങ്ങനെ അത് കുറേ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാത്ത ജനലാണല്ലോ, മീൻസ് എപ്പോഴും തുറന്നിടുന്ന ജനലല്ല. നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ മുഖം മറച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഡീപ്പ് ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ജനൽ അതുപോലെ തന്നെ മാറലടിക്കണം, പിന്നെ ഫാനൊക്കെ ക്ലീൻ ചെയ്യണം, പിന്നെ റാക്കുമ്പത്തെ പൊടി അതൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ മുഖം മറച്ചിട്ടുണ്ട്. അപ്പോൾ പൊടി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തായാലും മുഖം കെട്ടി തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശ്വാസം എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്ന കാരണമാണ് ഞാൻ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാത്തത്. ഇതാ ചേട്ടൻ്റെ മോൻ വന്നിട്ട് ഇവനാണ്ട് എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് വർത്താനം പറയാൻ വന്നപ്പോൾ ഞാൻ പറയുകയാണ് പൊടിയുണ്ട് നീ പൊക്കോളം പറഞ്ഞു. അങ്ങനെ ഇതാ ഇവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യം ഞാൻ ജനല ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ജനല തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവിടെ പൊടി ഓൾറെഡി വരുമല്ലോ. അപ്പോൾ അതിനുശേഷം മറ്റ് ഭാഗങ്ങളൊക്കെ ഓരോന്നോരോന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് ധ്രുക്കുട്ടി അവിടെ ഓൾറെഡി ചേട്ടന്മാരുടെ കാരണം ഭയങ്കര കളിയായിരുന്നു. അത് കാരണം ഇങ്ങോട്ട് വന്നില്ല. ഇടയിൽ വന്നപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞിട്ടല്ല, വന്നപ്പോൾ ഞാൻ ഒരു വിധത്തിൽ ഇങ്ങോട്ട് വരരുതെന്നൊക്കെ പറഞ്ഞ് വിട്ടയച്ചു കേട്ടോ അവളെ. പിന്നെ അപ്പോഴേക്കും അമ്മ വന്നു, അമ്മ നോക്കാണ്ട്. അപ്പോൾ അതിന് സമാധാനമായി. അപ്പോൾ ഈ റൂമിലൊരു ഒരു എന്താ പറയുക കൂളർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണി ഉണ്ടായ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വേണ്ടി അന്ന് വാങ്ങിച്ചതാണ്. അത് കുറച്ച് ദിവസം ഉപയോഗിച്ചുള്ളൂ. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അസുഖം വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ അത് ഉപയോഗിച്ചില്ല. പിന്നെ അതിങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കാണ്ടൊരു പുരാവസ്ഥ പോലെ. പിന്നെ ഞാൻ റാക്കുമത്തിയും അതുപോലെ തന്നെ ചുമരത്തൊക്കെ മാറലൊക്കെ അടിച്ച് മാറ്റിയിട്ടാണ്.
അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് മാറ്റി അങ്ങോട്ട് മാറ്റി. പിന്നെയാണ് ആലോചിച്ചത് ഫാനുമത്തെ പൊടിയുടെ ആലോചിച്ചത്. പിന്നെ ഫാനും നനച്ച് തുടയ്ക്കാൻ എനിക്ക് എത്തുന്നില്ല. പിന്നെ ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണം. ചേട്ടനൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം തൽക്കാലം പൊടി തട്ടുക ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു ഇങ്ങനെ ഇട്ട ഡ്രസ്സൊക്കെ തൂക്കിയിടുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ എൻ്റെ കുഞ്ഞ് 2-3 ബാഗ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അധികം ഉപയോഗിക്കാത്തതാണ്. അത് തന്നെയാണ് ചുമ്മാ തുടച്ചൊന്നും അവിടെ ഇട്ടു കേട്ടോ. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ബാഗൊന്നും, ചുമ്മാ അവിടെ വെറുതെ കിടക്കുകയാണ്. അങ്ങനെ ഇതാ അവിടേക്ക് ഒന്ന് എന്താ പറയുക സ്റ്റാൻഡൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു പെട്ടിയിൽ കുറച്ച് ദുർക്കുട്ടിയുടെ പഴയ സാധനങ്ങളൊക്കെ എടുത്താക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അടുക്കി പറക്കി ഒന്ന് വൃത്തിയാക്കി വെച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം കൂളറും കുറേ പൊടിയുണ്ട്. അത് ഇവിടെ വെറുതെ ഇരിക്കാമെന്ന് മാത്രം. അത് OLX വിറ്റാലോ എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വിളിച്ചിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇനി അവസാനം പിന്നെ ഈ പൊടിയൊക്കെ എന്താ പറയുക വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം ബെഡ്ഷീറ്റ് മാറ്റി വെച്ചു. പിന്നെ അടിച്ച് വാരി തുടച്ച ശേഷം പുതിയ ബെഡ്ഷീറ്റ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ അടിച്ചു വരിക പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ധ്രുക്കുട്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു റൂമാണിത്. ഇവിടെ എന്തെങ്കിലും മിഠായി തിന്നേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പം അത് ഇവിടെയാണ് ഇടുക. ഇതിൻ്റെ കട്ടിലിൻ്റെ ഇടയിൽ കുറേ സാധനം ഇടും. ഇവിടെ കുറേ സാധനങ്ങൾ ഈ കട്ടിൻ്റെ അടിയിലായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം ഇത് അടിച്ച് ഇപ്പം ഞാൻ എപ്പോഴും എന്താ പറയുക തുടയ്ക്കുമ്പോഴൊന്നും ഈ കട്ടിലിൻ്റെ അടി ഇങ്ങനെ വളരെ വ്യക്തമായിട്ടൊന്നും അടിച്ചു വരാൻ പറ്റാറില്ല. കാരണം ഇത് ഒരു റൂമിൽ 2 കട്ടിലാണ്. ഈ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചെറിയൊരു രീതിയിൽ ഇത് അങ്ങോട്ടും കൂടെ അനങ്ങുള്ളൂ. അപ്പോൾ അത് കാരണം സാധാരണ ഗതിയിൽ എന്നും തുടയ്ക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഇത് ഇത്രയും ഡീപ്പായിട്ട് വൃത്തിയാക്കാറില്ല. ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ ഇങ്ങനെ ഡീപ്പായിട്ട് വൃത്തിയാക്കാറുള്ളത്. അപ്പോൾ കുറേ ടോയ്സ്, കുറേ മിഠായി കവറൊക്കെ എൻ്റെ അടിയിൽ നിന്ന് കിട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ആവശ്യമില്ലാത്ത വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി. പിന്നെ അവൾ ടോയ്സൊക്കെ എടുത്ത് മാറ്റി കഴുകി വെച്ചു കേട്ടോ. പിന്നെ അവസാനം നമ്മൾ തുടയ്ക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. 2-3 തവണ ഞാൻ വീഴുകയും ചെയ്തു. കാരണം വെള്ളം ചവിട്ടിയിട്ട് അറിയാണ്ട് 2 വട്ടം വീഴുകയും ചെയ്തു കേട്ടോ. നല്ല സ്പീഡിലാണ് ഒന്നാമത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ധ്രുക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഇനി അവളെന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം അവളെന്നെ അറ്റൻഡ് ചെയ്യാൻ. അത് കാരണം ഞാൻ ഒത്തിരി സ്പീഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തുടയ്ക്കൽ നല്ല കാര്യമായിട്ട് തുടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ധ്രുക്കുട്ടിയുടെ ബാഡബാണ് കേട്ടോ അത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് യൂസ് ചെയ്യുന്നില്ല. അതിനെ എടുത്ത് മാറ്റി വെക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്ക് ഒരു അത്യാവശ്യം നല്ല ഒരു വിശാലമായിട്ട് കുടിക്കുമ്പോൾ അത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. നല്ല വൃത്തിയിൽ ഏകദേശം ഞാൻ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊന്ന് ഏകദേശം ഒന്ന് ഉണങ്ങി കഴിഞ്ഞ ശേഷം പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിൻ പണി അവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഓൾറെഡി അവളുടെ ടോയ്സും സാധനങ്ങളൊക്കെ ഞാനൊരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞൊരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതുമ്മയ്ക്ക് മാറാലി ഇങ്ങനെ ഒന്ന് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ബെഡ്ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 2-3 കട്ടിയിൽ ഓൾറെഡി എനിക്കിനി ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കണം. അപ്പോൾ ഇവിടെ 2 മേലെയും ഒന്നുണ്ട്. അപ്പോൾ മേലെ ബെഡ്ഷീറ്റ് ഞാൻ ഇത് രാത്രി മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ മാറ്റേണ്ടി വരും. കാരണം കുറച്ച് പൊടിയൊക്കെ ഞാൻ തട്ടി കാരണം അവിടുത്തെ ബെഡ്ഷീറ്റും പണി കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് കാരണം അതും മാറ്റേണ്ടി വരും. അങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കണം. ബെഡ്ഷീറ്റ് മാറ്റലൊക്കെ ഒരു എന്താ പറയുക, ഒരു സത്യം പറഞ്ഞ ഒരു പാട് പിടിച്ച പണിയാണ് ഇവിടെ കേട്ടോ. ഞാൻ പറയും ഈ കട്ടിൽ ഇങ്ങനെ അങ്ങോട്ടും പറ്റാത്ത കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എന്താ പറയുക ഇടാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഏകദേശം ഈ റൂമിലത്തെ ക്ലീനിങ് കഴിഞ്ഞു. അതായത് നമ്മുടെ മെയിൻ പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ച് അടുക്കി പറക്കലും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് മാറ്റാണ് മെയിനായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു കട്ടിലിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കട്ടിൽ നമ്മൾ കിടക്കൊന്നുമില്ല കേട്ടോ. വല്ലവരും വരുമ്പോൾ മാത്രമേ ചേട്ടനൊക്കെ വല്ലപ്പോഴും കിടക്കുള്ളൂ. അതിങ്ങനെ ചുമ്മാ ഒരു ഇതുപോലെ എന്താ പറയുക, പണ്ട് ഉണ്ണി ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഇവിടെ രാത്രി ഇവിടെയാണ് കിടന്നിരുന്നത്. അപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്ത കാരണം നമ്മൾ ഈ കട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായ പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ധ്രുക്കുട്ടിക്ക് എന്തായാലും കളിക്കാൻ സുഖമാണ്. കാരണം പെട്ടെന്ന് താഴത്തേക്ക് വീഴില്ല ഈ 2 കട്ടിലുള്ള കാരണം കേട്ടോ. അതൊരു സമാധാനമാണ്. അങ്ങനെ അപ്പോൾ ഞാൻ ഈ ഇവിടുത്തെ ബെഡ്ഷീറ്റും മാറ്റിയിട്ടുണ്ട്. പിന്നെ നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. ഈ ബെഡ്ഷീറ്റൊക്കെ ഏത് കാലത്ത് ഉണങ്ങി കിട്ടുന്ന വലിയ ഐഡിയ ഇല്ല. പിന്നെ ഓൾറെഡി ഞാൻ ഇവിടുത്തെ കർട്ടൻസൊക്കെ മാറ്റിയിട്ടുണ്ട്. കർട്ടൻസ് ഇനിയിപ്പോൾ ഇന്ന് അലക്കി നാളെ മഴയാണെങ്കിൽ ഉണങ്ങി കിട്ടാൻ സമയമെടുക്കും. പിന്നെ ഈ ജനൽ നൈറ്റ് ആകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടാണ്. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അകത്ത് വേഗം കാണാൻ പറ്റും. അപ്പോൾ അത് കാരണം എന്തെങ്കിലുമൊക്കെ വെച്ച് രാത്രി ഒരു തുണിക്ക് വെച്ചിട്ട് അടയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ധ്രുക്കുട്ടിയുടെ ടോയ്സ് ഞാൻ ഓൾറെഡി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊടിയൊന്നും ആവാണ്ടിരിക്കാൻ അത് ഞാൻ അതേ സ്ഥാനത്ത് അടുക്കി പറക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. ധ്രുക്കുട്ടി വന്നത് ഇപ്പോൾ മറിച്ചിടും. എന്നാലും ഞാൻ അപ്പോൾ അങ്ങനെ തന്നെ വെക്കും കേട്ടോ. കുറച്ച് ഡ്രസ്സുകൾ പിന്നെ മടക്കി വെക്കാനുണ്ട് കേട്ടോ. കുറച്ച് ഡ്രസ്സുകൾ എന്താ പറയുക ഉണങ്ങിയത് അവിടെ ഇരിക്കുന്നുണ്ട്. അതിന് മടക്കി വെക്കണം. അത് ലാസ്റ്റ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമ്മുടെ തലവണകളുണ്ട്. അപ്പോൾ തലവണകൾക്ക് കവറ് മാറ്റാണ്.
അപ്പോൾ ഈ പില്ലോസൊക്കെ ഞാൻ മേലെ കൊണ്ടുപോകട്ടെ, മേലെ കൊണ്ടുപോകും. അപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ താഴത്തേക്ക് കൊണ്ടുവരും. കാരണം ധ്രുവക്കുട്ടി രാവിലെ ഉറങ്ങും ഇവിടെയാണ്. അത് കാരണം പില്ലോസ് രാവിലെ ആകുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും, രാത്രിയാകുമ്പോൾ മേലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ധ്രുവക്കുട്ടി കുറച്ചധികം പില്ലോസ് ഞാൻ യൂസ് ചെയ്യും കേട്ടോ. അത് കാരണമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുകൊണ്ട് വരുന്നത് കേട്ടോ. അങ്ങനെ പില്ലോസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു അലമാരമേ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ മെയിൻ കാര്യം നമുക്ക് സ്റ്റോറേജാണ്. അതായത് ഇത്രയും ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ എന്താ പറയുക, അവളുടെ സാധനങ്ങൾ വയ്ക്കാനും അതൊക്കെ ഒത്തിരി നമുക്ക് സ്റ്റോറേജ് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുറേ ടോയ്സും സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണമല്ലോ. അപ്പോൾ കുറേ സാധനങ്ങൾ അലമാരയുടെ മേലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കണം. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. ബെഡൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള കുറച്ച് അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ ആ പണിക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് അലമാരയുടെ മേലുള്ള വൃത്തിയാക്കലാണ് കേട്ടോ ഇനി ചെയ്യാൻ പോണേ. അപ്പോൾ ധ്രുവക്കുട്ടിയുടെ കുറേ കളിക്കുടുക്കകളും ബുക്കുകളും അതുപോലെ തന്നെ ധ്രുവക്കുട്ടി കാണാതിരിക്കും ഞാൻ ഒളിപ്പിച്ച് വെക്കുന്ന കുറേ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ മേലുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ്. അപ്പോൾ അതുപോലെ ധ്രുവക്കുട്ടിക്ക് ഇപ്പോൾ അടുത്ത് വലിയച്ഛന്മാർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവരുന്ന കുറച്ച് ടോയ്സിൻ്റെ കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ റെഡ് കവറിൽ. ഇപ്പോൾ തൽക്കാലത്തേക്ക് അതൊന്നും കളയാൻ പറ്റില്ല, അതിപ്പോൾ പുതിയതല്ല. അപ്പോൾ അത് കുറച്ച് ദിവസമൊക്കെ അവിടെ ഇരിക്കട്ടെ വെച്ച് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അടുക്കി പെറുക്കി വെക്കുകയാണ്. കളയാൻ പറ്റിയതായിട്ടുള്ള പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ഒക്കെ അത്യാവശ്യമുള്ളത് തന്നെയായിരുന്നു. ഞാൻ ധ്രുവക്കുട്ടി കാണാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അതുപോലെ തന്നെ വെച്ചു. പിന്നെന്താ, ആ കവറും അതിൻ്റെ ഒപ്പം തന്നെ വെച്ചു കേട്ടോ. പിന്നെ ടോയ്സിൻ്റെ കവറാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ, എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് അതിൽ. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ ഈ ഹാങ്ങേഴ്സ്, ഇവിടെ ഒരു ഹാങ് ചെയ്യാനുള്ളൊരു സ്റ്റാൻഡ് ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിലുള്ള സാധനങ്ങൾ ഒന്നുകൂടി അടുക്കി ഒതുക്കി വെക്കണം. അതിലിതുപോലെ ഓരോ സാധനങ്ങൾ ഇനി എന്താ പറയുക, ബെൽറ്റ്, കുഞ്ഞ് ബാഗ്, ധ്രുവക്കുട്ടിയുടെ ബാഗൊക്കെയാണ് കേട്ടോ കിടക്കുന്നത്. അത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഞാനൊരു കവറിലാക്കി അതൊരു ഭാഗത്ത് എല്ലാം കൂടി ഇങ്ങനെ വലിച്ച് വാരി കിടക്കണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഒരു ഒതുക്കം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം ആ ഭാഗം കൂടി സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഓൾറെഡി അച്ഛനും ഇവരൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് കാരണം ഞാൻ എല്ലായിടത്തും അങ്ങോട്ട് മാറ്റിച്ചില്ല, പിന്നെ അവരത് തിരഞ്ഞെടുക്കേണ്ടി വരും. അങ്ങനെ ഏകദേശം മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ഇത് മേശ ഇവിടെ തേക്കുന്ന മേശയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇതിൻ്റെ ഷെൽഫിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇത് ഷെൽഫ് ഞാൻ എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കും. ഇപ്രാവശ്യം എന്താ വെച്ചാൽ ധ്രുവക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ വേണമെന്ന് പറയും. അതൊക്കെ ഇതിലാണ് കൊണ്ടുവിടുക ഞാൻ. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അത് അവിടെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾ ചോദിക്കും ഈ സാധനം കാണില്ല. അത് കാരണം ഞാൻ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ വെച്ചോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് വേസ്റ്റുകൾ മാത്രമേ ഞാൻ എടുത്തിട്ട് മാറ്റിയുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അവിടെ തന്നെ വെച്ചു. അടുക്കി പറക്കെല്ലാം നിന്നില്ല അധികം. പിന്നെ അലമാര നന്നായിട്ട് വൃത്തിയാക്കാണ് കേട്ടോ. പൊടി ഉണ്ടാവുമല്ലോ കുറച്ച്, അപ്പോൾ അത് കാരണം അതൊന്നും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഷെൽഫുകൾ, ഈ അടിയിലുള്ള കുറച്ച് മരത്തിൻ്റെ ഷെൽഫ്സ് ഉണ്ട്, അതൊന്ന് തുടയ്ക്കുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ക്ലീനിങ് വേറെ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് തുണി മടക്കാനൊക്കെ ഉണ്ട് കുറച്ച്, അതൊക്കെ വേറെ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് അതോടുകൂടി നിർത്തുകയാണ്. ഇനി ബാക്കി ക്ലീനിങ് വേറെ ദിവസം സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ അടിമുടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കർട്ടൻസ് കൂടി ഇട്ടാൽ മതി. കർട്ടൻസ് ഉണങ്ങണം, അതിനുശേഷം ഒന്ന് ഇട്ടാൽ മാത്രം മതി. ബാക്കി എല്ലാ രീതിയിലും ക്ലീനാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.